നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഒക്ടോബർ മാസം 14-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 28-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. പുണർദ നക്ഷത്രമാണ്. ഇപ്പോൾ നക്ഷത്രം പുണർദ നക്ഷത്രം, പക്ഷെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചൊവ്വ വളരെ ഗുണത്തെയൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും കൂടുതൽ പേർക്കും ചൊവ്വ ദോഷഭാവത്തെ കൊടുക്കും. ആക്സിഡൻറ്റ്, അതുപോലെ ശത്രുക്കളുടെ എണ്ണം കൂട്ടും, തീ പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയെ സൂക്ഷിക്കണം. ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, പലരുടെയും അപ്രീതിക്ക് പാത്രീഭവിക്കുക, ശത്രുക്കളുടെ എണ്ണം, അതായത് മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരെ ഇഷ്ടമില്ലാതെ വരും. അപ്പോൾ നമ്മൾ വളരെ ആ ദിവസം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ പറയുന്നിടത്തും ശ്രദ്ധിക്കുന്നിടത്തും ആകിലും വാക്കുകൾ കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ സംസാരിക്കാൻ പോയാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒന്നായിരിക്കും, അവരെടുക്കുന്ന വേറൊന്നായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ വളരെ ശ്രദ്ധ വേണം. അതുപോലെ കന്നിമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ കേസ് വഴക്കുകളിൽ പെടാം, സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം, ഭൂമി സംബന്ധമായി പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാം, സഹോദര സൗഖ്യം കുറയും, അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ സഹോദര തുല്യരായിട്ടുള്ളവർ, സഹോദരങ്ങളെ പോലെ കഴിഞ്ഞവർ തമ്മിൽ അകൽച്ച ഉണ്ടാവാം. അപ്പോൾ കൂട്ട് ബിസിനസ്സിൽ നമ്മൾ ബിസിനസ് പങ്കാളി ആയിട്ട് തെറ്റലുണ്ടാവാം. ഇതൊക്കെ വരാനിടയുള്ള സമയമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഈ ദോഷഭാവങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി മുരുക ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചന നടത്തുക. അതുപോലെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം, ആക്സിഡൻറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. ഇതൊക്കെ നമ്മളുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയാൻ സഹായിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ശരിക്കും 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണി 7 മിനിറ്റ് തൊട്ട് 4:37 വരെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 7 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ രാഹുകാലത്തിൽ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഉള്ളൂ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും വളരെ ശ്രദ്ധിക്കണം. ഗുളികകാല സമയം വരുന്നത് 12 മണി 10 മിനിറ്റ് തൊട്ട് 1 മണി 39 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9 മണി 13 മിനിറ്റ് തൊട്ട് 10:42 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് നമുക്ക് കൊള്ളൂല എന്ന് പറഞ്ഞു, ഒരു കാര്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞെങ്കിലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വന്നാൽ നമുക്ക് കൊള്ളാത്ത സമയത്തിൽ നമുക്ക് കൊള്ളാവുന്ന ഒരു സമയം എടുക്കണം. അതിനാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11 മണി 46 മിനിറ്റ് തൊട്ട് 12 മണി 24 മിനിറ്റ് വരെ, 48 മിനിറ്റിനകത്ത് 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചുവന്ന വസ്ത്രം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഉൾപ്പെടുത്തി പോകുമ്പോൾ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.